Hello all, welcome to Earnest Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേരള PSC എക്സാമിനേഷനും അതേപോലെ തന്നെ RRB JEE എക്സാമിനേഷനും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് BJT സ്മോൾ സിഗ്നൽ ഇക്വലന്റ് അനാലിസിസ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്മോൾ സിഗ്നൽ മോഡൽ ഓഫ് BJT എന്ന് പറയുന്നത്? ഓക്കെ, അത് ഈ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സിനകത്ത് നമ്മൾ BJTയുടെ ഇക്വലന്റ് സർക്യൂട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോഡലാണ് സ്മോൾ സിഗ്നൽ മോഡൽ ഓഫ് BJT. അപ്പോൾ ഈ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം രണ്ടായിട്ടാണ് മെയിൻലി ക്ലാസിഫൈഡ്. സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സും ഉണ്ട്, പിന്നെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സും ഉണ്ട്. അപ്പോൾ ഈ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിഗ്നൽ വേരിയേഷൻ എന്ന് പറയുന്നത് ആ DC വാല്യൂവിനെ വിത്ത് റെസ്പെക്ട് ടു DC വാല്യൂ ആ സിഗ്നൽ വേരിയേഷൻ വിൽ ബി വെരി സ്മോൾ. ഓക്കെ, സിഗ്നൽ വേരിയേഷൻ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ DC വാല്യൂ. അപ്പം നമ്മൾ BJT എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണ്, അത് നമുക്കെല്ലാം അറിയാം. അപ്പം നോൺ ലീനിയർ ഡിവൈസ് എന്ന് പറയാൻ കാരണം അതിനകത്ത് IC വേഴ്സസ് IB കർവ്, IB ആ ക്യാര നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് അതിന്റെ ഡൈനമിക് ക്യാര എന്നാണ് പറയുന്നത്, അത് പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ഒരു കർവാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് എ കർവ്. അപ്പോൾ ഈ ഒരു കർവ് അപ്പോൾ അത് നോൺ ലീനിയർ എലമെന്റ് ആണ്. പക്ഷെ നമ്മൾ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് ഒരു സ്മോൾ വേരിയേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്മോൾ വേരിയേഷനിൽ BJT ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കർവിന്റെ ഒരു ചെറിയൊരു പോർഷൻ, ദാറ്റ് മീൻസ് നമുക്ക് ഒരു ചെറിയൊരു പോർഷൻ യു കൺസിഡർ ഫ്രം A to B, കണ്ടോ, ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ അത് ഓൾമോസ്റ്റ് എന്താണ് ഒരു ലൈൻ സെഗ്മെന്റ് പോലെയാണ്, അല്ലേ, ഒരു ലൈൻ സെഗ്മെന്റ് പോലെയാണ് റാദർ ദാൻ കർവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ BJTയെ ലീനിയർ ഡിവൈസ് ആയിട്ടാണ് നമ്മൾ ഈ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പം ലീനിയർ എന്ന് പറഞ്ഞാൽ പീസ് വൈസ് ലീനിയർ എന്ന് പറയും. BJT is assumed to be piecewise linear while we are analyzing the small signal amplifiers. മറിച്ച് ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും BJTയുടെ അവിടെ സിഗ്നൽ വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ BJTയെ എന്താണ് നോൺ ലീനിയർ ഡിവൈസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്റ്റോർഷനും ഉണ്ടാവും. അപ്പോൾ ഈ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സിന്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ്. പവർ ആംപ്ലിഫയേഴ്സ് ഒക്കെ ലാർജ് സിഗ്നൽ ആപ്ലിക്കേഷനാണ്, ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സിന്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, സോ കമ്മിങ് ടു സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ ഓഫ് BJT, രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലോ ഫ്രീക്വൻസി ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഹൈ ഫ്രീക്വൻസി മോഡലുണ്ട്. ഇപ്പോൾ ലോ ഫ്രീക്വൻസിക്കകത്ത് പറയുന്ന പോലെ H മോഡൽ, ഹൈബ്രിഡ് പാരാമീറ്റർ മോഡലുണ്ട്, H മോഡലുണ്ട്, പൈ മോഡലുണ്ട്, T മോഡലും ഉണ്ട്. ഓക്കെ, സിമിലർലി ഹൈ ഫ്രീക്വൻസിയിലും നമുക്ക് ഈ പൈ മോഡലും T മോഡലും ഹൈ ഫ്രീക്വൻസിയിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് H പാരാമീറ്റർ മോഡലിലേക്ക് പോവാം. ഓക്കെ, H പാരാമീറ്റർ മോഡൽ ഓർ ഹൈബ്രിഡ് മോഡൽ. അപ്പോൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് H പാരാമീറ്ററിന്റെ ഇക്വേഷൻ ഞാൻ എഴുതിയിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വരുന്നത് നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസിൽ നമ്മൾ H പാരാമീറ്റേഴ്സ് അല്ലെ, H മെട്രിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് V1 is equal to H11 I1 plus H12 V2, then similarly I2 is equal to H21 I1 plus H22 V2 എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. മെട്രിക്സ് ഫോമിൽ നമ്മൾ പഠിക്കുക, ABCD പാരാമീറ്റേഴ്സ് ഒക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി BJTയെ ഒരു ബ്ലോക്ക് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. അതിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു BJT ഒരു ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ BJTക്ക് നമുക്കറിയാം 3 ടെർമിനലാണ് ഉള്ളത്, അല്ലേ. ഒരു ഇൻപുട്ട് ടെർമിനൽ ഉണ്ട്, ദെൻ ദർ വിൽ ബി ആൻ ഔട്ട്പുട്ട് ടെർമിനൽ, പിന്നെ ഒരു കോമൺ ടെർമിനൽ ഉണ്ടാവും. അപ്പം ഈ ഒരു BJTയുടെ ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് കറണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് കറണ്ട്, അതൊക്കെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് I1, then ഔട്ട്പുട്ട് നോഡിലുള്ള കറണ്ട് എന്ന് പറയുന്നത് I2, then ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് നോഡ്, ഇതാണ് ഇൻപുട്ട് നോഡ്, ഇതാണെങ്കിൽ ഇൻപുട്ട് നോഡും ഈ ഗ്രൗണ്ടിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V1. അതേപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് V2 ഇസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് നോഡ് ആൻഡ് ഗ്രൗണ്ട്. ഓക്കെ, ആ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വേർ 1, ഈ 1 എന്ന് പറയുന്നത് ഇൻപുട്ട് ടെർമിനൽ, 2 ഔട്ട്പുട്ട് ടെർമിനൽ, 3 എന്ന് പറയുന്നത് കോമൺ ടെർമിനൽ. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് എന്താണ് സർക്യൂട്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ, അത് ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുവാണെങ്കിൽ, വാട്ട് ഈസ് ദ ഇക്വേഷൻ? V1 is equal to HI into HI into I1 plus HR into V2.
ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പം ഇതിന്റെ LHS നോക്കിക്കേ. LHS എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ആണ് അല്ലേ? LHS വോൾട്ടേജ്. അപ്പോൾ ഒബ്വിയസ്ലി റൈറ്റ് സൈഡിലുള്ള ആ രണ്ട് ടേമും എന്തായിരിക്കണം? വോൾട്ടേജ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം ഇത് വോൾട്ടേജ് ആണ്. അപ്പോൾ LHSന്റെ ഫസ്റ്റ് ടേം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ദിസ് ഹാസ് ടു ബി വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കറണ്ടിന്റെ പാരാമീറ്റർ ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് ആകണമെങ്കിൽ ആ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആയിരിക്കണം വോൾട്ടേജ്. അതുകൊണ്ട് നമ്മൾ ഈ HIയെ നമ്മളൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ വെച്ചിട്ടാണ് മോഡൽ ചെയ്യുന്നത്. ഓക്കെ, HI is modeled as a resistor. സിമിലർലി ഈ സെക്കൻഡ് ടേം നോക്കിക്കേ. എഗെയിൻ അതൊരു വോൾട്ടേജ് ടേം ആണ്. ഓക്കെ, അതിനകത്ത് ഒന്നും നോക്കാനില്ല. ബിക്കോസ് HR-V2 ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ടേം ആണ്. അപ്പോൾ V2 ഒരു വോൾട്ടേജ് ആണ്. അതുകൊണ്ട് ഈ HR നമ്മൾ എടുക്കുന്നത് ഒരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് മോർ ഓവർ നമ്മൾ ഈ HR-V2നെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മളൊരു വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. ബിക്കോസ് ദിസ് ഇറ്റ്സെൽഫ് ഈസ് എ വോൾട്ടേജ് വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ എന്താണ്? V2. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്കൊന്ന് മോഡൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വോൾട്ടേജ് V1 ആണ്. ഈ വോൾട്ടേജ് V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ഇൻറ്റു 2 ടേംസ്. അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ ആണ് നടക്കുന്നത്. അപ്പം ആ പ്ലസ് ആണ്. സോ സീരീസ് വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഒക്കേഴ്സ് ഇൻ സീരീസ്. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ സീരീസ് ആയിട്ടായിരിക്കും ഈ രണ്ട് ടേമും റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം V1 ആണ്. V1 എന്ന് പറയുന്നത് ഇൻപുട്ട് നോഡിലെ വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ V1 ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് സർക്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻപുട്ട് സർക്യൂട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് നോഡ്, നമ്മുടെ കോമൺ നോഡ് 3 BJTയുടെ കോമൺ നോഡ് വരച്ചു. ഇത് BJTയുടെ ഔട്ട്പുട്ട് നോഡും വരച്ചു. ഓക്കെ, അപ്പം ബിറ്റ്വീൻ ഫസ്റ്റ് ഇൻപുട്ട് നോഡ് ആൻഡ് ദ കോമൺ നോഡ് എന്താ പ്രസന്റ്? നമ്മുടെ ഇപ്പം ഞാൻ ഇക്വേഷനിൽ പറഞ്ഞ ഈ വോൾട്ടേജ് V1 എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ഓക്കെ, നൗ ദിസ് വോൾട്ടേജ് ഇസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ഇൻറ്റു, ഞാൻ പറഞ്ഞു രണ്ട് ടേം ഉണ്ട് അല്ലേ ഇവിടെ. ഫസ്റ്റ് ടേം ഇതും സെക്കൻഡ് ടേം എന്ന് പറഞ്ഞത് ഇതും HR-V2. ഫസ്റ്റ് ടേം HI ഇൻറ്റു I1. HI ഇൻറ്റു I1. സോ ഫസ്റ്റ് നോഡിൽ നിന്ന് ഒരു I1 എന്ന് പറഞ്ഞ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, HIയെ ഞാൻ എങ്ങനെ മോഡൽ ചെയ്യണം എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് മോഡൽഡ് ആസ് എ റെസിസ്റ്റർ. ഇറ്റ് ഈസ് മോഡൽഡ് ആസ് എ റെസിസ്റ്റർ. ഓക്കെ, ഇങ്ങനെ റെസിസ്റ്റർ വെച്ച് മോഡൽ ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് HI. ഓക്കെ, അപ്പോൾ HI ഇൻറ്റു I1 അത് കിട്ടി. നോ വാട്ട് ഈസ് എ സെക്കൻഡ് ടേം? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് HR ഇൻറ്റു V2 ആണ്. HR ഇൻറ്റു V2നെ എങ്ങനെ മോഡൽ ചെയ്യണമെന്ന് പറഞ്ഞത്? ഒരു വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്. കണ്ടോ, ഈ വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സും നമ്മുടെ ഈ HIയും ഈ രണ്ട് കമ്പോണന്റും സീരീസിലാണ്. സോ ദാറ്റ് ഈ വോൾട്ടേജ് V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദീസ് ടു കമ്പോണൻസ്. വോൾട്ടേജ് ഡിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്താണ് നോക്കിക്കേ? ഇറ്റ് ഈസ് HR ഇൻറ്റു V2. HR ഇൻറ്റു V2 ആണ് ആ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. HR ഇൻറ്റു V2. അപ്പോൾ ഇൻപുട്ട് സൈഡ് കംപ്ലീറ്റ് ആയി. നോ ഔട്ട്പുട്ട് സൈഡ്, അടുത്ത നമുക്ക് ഇനി ഔട്ട്പുട്ട് പോർഷൻ, ഈ BJTയുടെ ഔട്ട്പുട്ട് പോർഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കേ. I2 ഇസ് ഈക്വൽ ടു HF I1 പ്ലസ് H0 V2. അപ്പോൾ ഇവിടെ കറണ്ട് ആണ് LHSൽ. RHSലും അപ്പോൾ എന്തായിരിക്കണം? രണ്ടും കറണ്ട് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടേം നോക്കുവാണെങ്കിൽ അത് ഇറ്റ്സെൽഫ് ഒരു കറണ്ടിന്റെ ടേം തന്നെയാണ് അല്ലേ? സംതിങ് ഇൻറ്റു I1. അപ്പോൾ അവിടെ നമ്മൾ ഈ HF എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. സോ ദാറ്റ് HF ഇൻറ്റു I1 വിൽ റിമൈൻ ആസ് എ കറണ്ട് ക്വാണ്ടിറ്റി. സെക്കൻഡ് ടേം ഏതാണ്? H0 ഇൻറ്റു V2 ആണ്. അതൊരു വോൾട്ടേജ് ടേം ആണ് അല്ലേ? അപ്പോൾ അതിനെ കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ H0 എന്ന് പറയുന്നത് എന്തായിരിക്കണം? സി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, സോ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഓൾറെഡി V2 എന്ന് പറഞ്ഞ വോൾട്ടേജ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ H0 എന്ന് പറയുന്നത് നമ്മൾ മോഡൽ ചെയ്യുന്നത് ഒരു കണ്ടക്ടൻസ് ആയിട്ടാണ് മോഡൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ H0 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി മോഡൽഡ് ആസ് എ റെസിസ്റ്റർ വിത്ത് വാല്യൂ 1/H0. 1/H0 എന്ന് പറഞ്ഞ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റർ ആയിട്ട് നമുക്ക് മോഡൽ ചെയ്യാം. ഓക്കെ, ആൻഡ് HF ഇൻറ്റു I1 നമ്മൾ മോഡൽ ചെയ്യുന്നത് ഒരു കറണ്ട് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ് ആയിട്ടാണ്. ബിക്കോസ് അതൊരു കറണ്ട് ടേം ആണ്. ആൻഡ് ദാറ്റ് ടു ആ കറണ്ട് ടേം ഈസ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട്? I1. ഓക്കെ, അതുകൊണ്ട് കറണ്ട് ഡിപ്പെൻഡന്റ് കറണ്ട് സോഴ്സ്. പിന്നെ അത് മാത്രമല്ല ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഡിവിഷൻ ആണ് നടക്കുന്നത് അല്ലേ? നോക്കിക്കേ, അവിടെ കറണ്ടിന്റെ ഡിവിഷൻ ആണ് നടക്കുന്നത്. സോ കറണ്ട് ഡിവിഷൻ നോർമലി ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണ്? പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്പുട്ട് നോഡിൽ ഈ സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഇംപ്ലിമെന്റഡ് ഇൻ പാരലൽ. ഓക്കെ, ഇനി നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ I2 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ട് ആണ്. I2 എന്ന് പറഞ്ഞ കറണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ I2 കറണ്ടിലേക്ക് വന്നിട്ട് ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പാരലൽ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ പാരലലി വരുമ്പോഴത്തേക്കും അവിടെ എന്താ വരുന്നത്? നമ്മുടെ കറണ്ട് സോഴ്സും വരും, ദെൻ
there will be the output resistance വരും. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെ മോഡൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ 1/H0 വെച്ച്. കറണ്ട് എന്ന് പറയുന്നത് HF into I1. HF into I1 ആയിരിക്കും നമ്മുടെ കറണ്ട് സോഴ്സ്. ഓക്കെ, ദിസ് വൺ വിൽ ബി HF into I1. ഓക്കെ, ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/H0. അപ്പോൾ ഇങ്ങനെയാണ് BJTയുടെ H പാരാമീറ്റർ മോഡൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. സി, അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പം ഞാൻ വരച്ച അതേ ഫിഗറാണിത്. അപ്പം ഇൻപുട്ട് നോഡ് ഉണ്ട്, ഔട്ട്പുട്ട് നോഡ് ഉണ്ട്. കണ്ടോ? നമ്മൾ ആ ഇൻപുട്ട് ഫസ്റ്റ് 2 ഇക്വേഷൻ നമ്മൾ മോഡൽ ചെയ്ത് കിട്ടി. സോ ദിസ് ഈസ് ദ H പാരാമീറ്റർ, ദിസ് ഈസ് ദ H പാരാമീറ്റർ മോഡൽ, ദിസ് ഈസ് ദ H പാരാമീറ്റർ മോഡൽ ഓഫ് എ BJT. ഓക്കെ, വെദർ ഇറ്റ് ഈസ് കോമൺ ബേസ്, കോമൺ എമിറ്റർ ഓർ കോമൺ കളക്ടർ, ഈ H പാരാമീറ്റർ മോഡൽ എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. കോമൺ ബേസ് എടുത്തോട്ടെ, കോമൺ എമിറ്റർ എടുത്തോട്ടെ, കോമൺ കളക്ടർ എടുത്തോട്ടെ, നമ്മളുടെ ഈ നോഡ് 1 ഇൻപുട്ട് നോഡ്, ഔട്ട്പുട്ട് നോഡ്, കോമൺ നോഡ് അത് മാറും. കോമൺ എമിറ്റർ ആണെങ്കിൽ ബേസ് ഇൻപുട്ട് നോഡ്, കളക്ടർ ഔട്ട്പുട്ട് നോഡ്, എമിറ്റർ കോമൺ നോഡ്, അതനുസരിച്ച് 3 മാറും. അപ്പം ഈ H പാരാമീറ്റർ മോഡൽ എന്ന് പറയുന്നത് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ഇനി ഈ H പാരാമീറ്റേഴ്സിനകത്ത് ഈ കുറേ പാരാമീറ്റേഴ്സ് ഇവിടെ നമ്മൾ കണ്ടല്ലോ, HR, HI, HF, 1/H0, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ പേര് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ ആ പാരാമീറ്ററിനെ പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? HI എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ഇൻപുട്ട് നോഡ് ആൻഡ് ഗ്രൗണ്ട്, ഏതവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്? V1. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് എൻ്ററിങ് ഇൻ ടു ദ ഇൻപുട്ട് ടെർമിനൽ, ഇൻപുട്ട് നോഡ്, അത് I1. പക്ഷേ ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആ കോമൺ നോഡ്, അതായത് ഔട്ട്പുട്ട് നോഡിനെ നമ്മൾ കോമൺ നോഡുമായിട്ട് ഗ്രൗണ്ട് ചെയ്യണം. ഔട്ട്പുട്ട് നോഡിനെ കോമൺ നോഡിലേക്ക് ഗ്രൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 = 0. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് HR ആണ്. സി, അത് അഗെയിൻ ഇവിടെ മാർക്ഡ് ആണ്, HR × V2. കണ്ടോ? വോൾട്ടേജ് സോഴ്സിലെ ഈ HR ആണ്. അപ്പോൾ ഈ HR എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ, V1/V2 എന്ന് പറഞ്ഞാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോർമലി രണ്ടും വോൾട്ടേജ് ആണെങ്കിൽ അത് ഗെയിൻ പാരാമീറ്റർ അല്ലേ? ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഗെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിപ്പം V1/V2 ആണ് വന്നിരിക്കുന്നത് തിരിച്ച്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു റിവേഴ്സ് ഗെയിൻ എന്ന് പറയും. വോൾട്ടേജ് ആയതുകൊണ്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയും. അതാണ് HR. പക്ഷെ ഇത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇൻപുട്ട് നോഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാരാമീറ്റർ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് I1 0 ആവുന്നത്. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞത് ആ ഫിഗറിൽ നമ്മൾ കണ്ടത് എന്താണ്? ഈ ഫിഗറിൽ നോക്കിക്കേ, HF × I1 ആണ്. ഈ HF ആണ് നെക്സ്റ്റ് പാരാമീറ്റർ. കണ്ടോ? HF. ഇപ്പോൾ HF എന്ന് പറയുന്നത് അവിടെ ഞാൻ പറഞ്ഞു അതൊരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് HR കണ്ടതുപോലെ തന്നെ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം പാരാമീറ്റർ തന്നെ വരണം. അപ്പോൾ അതൊരു കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ I2/I1 എന്ന് പറഞ്ഞാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കറണ്ട് ബൈ കറണ്ട്, സോ ഗെയിൻ ആണ്. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ് I2/I1. അതുകൊണ്ടാണ് ഇതിനെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്. ഫോർവേഡ് ആണ്, ദാറ്റ് മീൻസ് ഡിഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് ഗെയിൻ തന്നെയാണ്. ഇതും വീണ്ടും മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഔട്ട്പുട്ട് നോഡിനെ കോമൺ നോഡിലേക്ക് ഗ്രൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതും മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് V2 = 0 നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സിമിലർലി ഫോർത്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞത് H0. അപ്പോൾ H0 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് കണ്ടക്റ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ? കണ്ടക്റ്റൻസ് ആണെന്ന് പറഞ്ഞു, ദാറ്റ് മീൻസ് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എവിടെയുള്ള റെസിസ്റ്റൻസ് ആണ് നോക്കിക്കേ, നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് ഈ 1/H0 എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് ആയിട്ടാണ് നമ്മൾ ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ എഴുതേണ്ടത്. പക്ഷെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കണ്ടക്റ്റൻസിന്റെ ടേംസിലാണ്. സോ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഔട്ട്പുട്ട് വോൾട്ടേജ്. പക്ഷേ കീപ്പിംഗ് നോക്കിക്കേ, ഇൻപുട്ട് നോഡ്, നമ്മൾ ഇൻപുട്ട് നോഡിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ 4 പാരാമീറ്റേഴ്സ് ആണ് എന്ത്? ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ജനറൽ ആണ്, ഞാൻ ഒരു കോൺഫിഗറേഷനും എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ദ കോൺഫിഗറേഷൻ. അപ്പം നമ്മൾ പലപ്പോഴും കോമൺ എമിറ്റർ ആണ് നോർമലി, കോമൺ എമിറ്ററിൻ്റെതാണ് കൂടുതലും അനാലിസിസിൽ നമ്മളത് പഠിച്ചു വെക്കേണ്ടതും എക്സാംസിന് ചോദിക്കുന്നതും കോമൺ എമിറ്റർ മോഡലിൻ്റെ H മോഡൽ, പൈ മോഡലൊക്കെ തന്നെയാണ്. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് കോമൺ കളക്ടറും കോമൺ ബേസും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ H മോഡൽ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ദ 3 കോൺഫിഗറേഷൻ. ഇനി കോമൺ എമിറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നോഡ്, ഇൻപുട്ട് നോഡ് എന്ന് പറയുന്നത് ബേസ്, ഔട്ട്പുട്ട് നോഡ് എന്ന് പറയുന്നത് കളക്ടർ, ദെൻ കോമൺ നോഡ് എന്ന് പറയുന്നത് നമ്മളുടെ എമിറ്റർ. ഓക്കെ, അപ്പോൾ ആ കോമൺ എമിറ്ററിൻ്റെ H പാരാമീറ്റർ മോഡലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ വ്യത്യാസം എന്ന് നോക്കിക്കേ. ഈ ഒരു സർക്യൂട്ടും നമ്മളിപ്പോൾ വരച്ച സർക്യൂട്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയാവോ? ഈ HIയുടെ കൂടെ ഇൻ ഓർഡർ ടു റെപ്രസെൻറ്റ് ദാറ്റ് ദ കോൺഫിഗറേഷൻ ഈസ് കോമൺ എമിറ്റർ നമ്മൾ ഒരു HI ആഡ് ചെയ്യും. HR-ന്റെ കൂടെ ഒരു ആഡ് ചെയ്യും. ഓക്കെ, H0-ന്റെ കൂടെ അഗെയിൻ യു ആഡ് ആൻ HF-ന്റെ കൂടെ ഒരു ആഡ് ചെയ്യും, റെപ്രസെൻറ്റിങ്
it as common emitter configuration. Common collector ആണെങ്കിൽ C ആഡ് ചെയ്യും, B ആണെങ്കിൽ common base ആണെങ്കിൽ B ആഡ് ചെയ്യും. നോർമലി കോമൺ എമിറ്റർ ആണ് 99.9% എക്സാംസിന് വരുന്നതും കോമൺ എമിറ്ററിൽ തന്നെയാണ്. ബിക്കോസ് നമ്മൾ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ് വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ വരുന്നത്. വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോമൺ എമിറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പം അതേ വ്യത്യാസം വരുത്തിയിട്ട് ഞാൻ ഒരു എക്സാക്ട് മോഡൽ വരച്ചിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു അപ്രോക്സിമേറ്റ് മോഡൽ പഠിക്കും. അതുകൊണ്ട് ഇതിനെ എക്സാക്ട് മോഡൽ എന്ന് ഞാൻ പറയുകയാണ്. ബിക്കോസ് ഒരു അപ്രോക്സിമേഷനും ഒന്നും എടുത്തിട്ടില്ല. മുമ്പേ ഉള്ള അതേ ഫിഗർ വരച്ചു. 1നെ പകരം ബേസ് റെപ്രസെന്റ് ചെയ്തു, സെക്കൻഡ് നോഡിന് പകരം കളക്ടർ റെപ്രസെന്റ് ചെയ്തു, ബിക്കോസ് ഇത് കോമൺ എമിറ്റർ ആണ്. പിന്നെ തേർഡ് നോഡിന് പകരം നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്തു? എമിറ്റർ റെപ്രസെന്റ് ചെയ്തു. ബാക്കി HIയുടെ കൂടെ HI ആയി, HR ആയി, HF ആയി, H0 ആയി. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ ആയതുകൊണ്ട് VBE എന്നും പറഞ്ഞു. സോ ദിസ് ഈസ് ദ കോമൺ എമിറ്റർ H പാരാമീറ്റർ മോഡൽ. ഓക്കെ, നൗ ഇതിനകത്ത് ഇനി നമുക്ക് കുറച്ച് അപ്രോക്സിമേഷൻ വരുത്താം. ബിക്കോസ് എല്ലായ്പ്പോഴും നമ്മൾ BJT റെപ്രസെന്റ് ചെയ്യുമ്പോൾ സർക്യൂട്ടുകളിൽ ഇത്രയും കമ്പോണൻസും വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറില്ല. കാരണം അനാലിസിസ് ഭയങ്കര കോംപ്ലക്സ് ആവും. അപ്പോൾ അനാലിസിസിന്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 അപ്രോക്സിമേഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഒരു PSC എക്സാമിനേഷനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അപ്രോക്സിമേറ്റ് മോഡലായിരിക്കും എടുക്കുന്നത്. ഒരു ഗേറ്റ് ലെവൽ എക്സാമിനേഷൻ ഇൻഡെപ്ത് ഒക്കെ വരുവാണെങ്കിൽ അവിടെ കറക്റ്റ് എക്സാക്ട് മോഡൽ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ HRയുടെ വാല്യൂ എന്ന് പറഞ്ഞത് നോക്കിക്കേ. HRയുടെ വാല്യൂ ഇത് കോമൺ എമിറ്ററിനുള്ള ഒരു ഡിഫോൾട്ട് വാല്യൂ ആണ് 2.5 × 10⁻⁴. ഓക്കെ, അത് വളരെ ഒരു ചെറിയ വാല്യൂ ആണ്, ഒരു സ്മോൾ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ HRE നമ്മൾ നിഗ്ലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, HRE നിഗ്ലക്ട് ചെയ്യും, HRE 0 ആക്കും. അപ്പോൾ HRE എന്ന് പറയുന്നത് 0 ആകുമ്പോൾ എന്താ പറ്റുന്നത്? HRE × VCE ടേമിനെ നമുക്ക് 0 ആക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, HRE × VCE ടേമിനെ നമ്മൾ 0 ആക്കുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ആ വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ആ വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഫിഗറിൽ ഈ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ എന്ത് മാത്രമേ വരത്തുള്ളൂ? HI എന്ന് പറഞ്ഞ ആ ഇൻപുട്ട് റെസിസ്റ്റൻസ് മാത്രമേ വരുള്ളൂ. സി ഇങ്ങനെ. ഓക്കെ, ഇനി ഔട്ട്പുട്ട് സർക്യൂട്ടിൽ ഇപ്പം ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ബാക്കി ആ 2 കമ്പോണൻറ്റും നമ്മുടെ കറണ്ട് സോഴ്സും അതുപോലെ തന്നെ 1/H0 ഈ റെസിസ്റ്റൻസും രണ്ടും നമ്മുടെ ഔട്ട്പുട്ട് നോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് അപ്രോക്സിമേറ്റ് കോമൺ എമിറ്റർ H പാരാമീറ്റർ മോഡൽ എന്ന് പറയും. മുമ്പുള്ളത് എക്സാക്റ്റ് ആയിരുന്നു. അവിടെ വോൾട്ടേജ് സോഴ്സും കൂടി ഇവിടെ വരുന്നു. ഇവിടെ നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒന്നും കൂടി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഒന്നും കൂടി നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, പല കേസസിലും ഇങ്ങനെയുള്ള മോഡലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ കൂടി അങ്ങ് കളയുക. ബിക്കോസ് H0 എന്ന് പറയുന്നതും എഗെയിൻ ഒരു വളരെ ചെറിയ വാല്യൂ ആണ് അല്ലേ? ആ കണ്ടക്ടൻസ് വാല്യൂ എന്ന് പറയുന്നത് മൈക്രോ, വളരെ ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് H0 ചെറുതാകുമ്പോൾ 1/H0 ഇൻഫിനൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഒരു ബ്രാഞ്ചിനകത്ത് ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാഞ്ചിനെ എന്തായിട്ട് അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ബ്രാഞ്ചിനെ എന്തായിട്ട് എടുക്കാം? ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഔട്ട്പുട്ട് ബ്രാഞ്ച് ഈ ഫിഗർ നോക്കിക്കോളൂ. ഇതിനകത്ത് 1/H0 എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ എടുക്കണ്ട, അതിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കിയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന സർക്യൂട്ടാണിത്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് മോഡലാണ്, മറ്റതും അപ്രോക്സിമേറ്റ് മോഡലാണ്. ആദ്യം നമ്മൾ പഠിച്ചത് എക്സാക്ട് മോഡലാണ്. ഓക്കെ, നൗ പൈ മോഡൽ ഓഫ് BJT നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ പഠിച്ചത് H മോഡലായിരുന്നു. അപ്പോൾ പൈ മോഡലും എന്താണ്? ഈ H മോഡലിനെ പോലെ തന്നെ സിമിലർ ആണ്. ഓക്കെ, H മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ പൈ മോഡൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ബോത്ത് H മോഡൽ ആൻഡ് പൈ മോഡൽ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാംസ്. അപ്പോൾ രണ്ടും അനലോഗസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് സിമിലർ ടു H പാരാമീറ്റർ മോഡൽ തന്നെയാണ്. അപ്പം നമുക്ക് H മോഡലിൻ്റെ ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു വരുന്നത്? H മോഡലിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സർക്യൂട്ട് എടുക്കാം. അപ്പോൾ H മോഡലിനകത്ത് ബേസ് നോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെന്താ ഉള്ളത്? ഇതിനകത്ത് ഉള്ളത് കൂട്ട് തന്നെ, ദാറ്റ് മീൻസ് വോൾട്ടേജ് സോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇൻപുട്ടിനകത്ത് എന്താ വരുന്നത്? HIE വരും. പിന്നെ നമ്മുടെ കോമൺ നോഡ് ഉണ്ട്. ഓക്കെ, കോമൺ എമിറ്റർ ആയിട്ട് ഇവിടെ എമിറ്റർ ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് നോഡിൽ എന്താ വരുന്നത്? ഔട്ട്പുട്ട് നോഡ് എന്ന് പറഞ്ഞാൽ കളക്ടർ നോഡാണ്. ഓക്കെ, അവിടെ വരുന്നത് നമ്മുടെ റെസിസ്റ്റൻസും വരും ആൻഡ് ഓൾസോ ദ കറണ്ട് സോഴ്സും വരും. ഓക്കെ, റെസിസ്റ്റൻസ് എന്തായിരുന്നു നമ്മൾ എടുത്തത്? 1/H0 എന്നും പറഞ്ഞായിരുന്നു റെസിസ്റ്റൻസ് എടുത്തത്. ഓക്കെ, ഇൻപുട്ട് റെസിസ്റ്റൻസിനെ നോക്കൂ, HIE എന്നും പറഞ്ഞെടുത്തു. HIE ആൻഡ് ദ കറണ്ട് സോഴ്സിനെ നമ്മൾ എടുത്തത് എങ്ങനെയാണ്? HFE × IB എന്നും പറഞ്ഞാണ് എടുത്തത്. ഓക്കെ, ഇതിനെ സെയിം ഇതേ സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ പൈ മോഡലിലേക്ക് വരുത്തുമ്പോൾ എന്തൊക്കെ വ്യത്യാസം എന്നറിയാവോ? ഈ HIE എന്ന് പറയുന്നത് എഗെയിൻ ബേസ്, എഗെയിൻ കളക്ടർ, എഗെയിൻ എമിറ്റർ നോഡ്. ഓക്കെ, HI എന്തായിട്ട് മാറും? RΠ ആയിട്ട് മാറും. RΠ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ HFE എന്ന് പറയുന്നത് ബീറ്റ ആയിട്ട് മാറും. HFE എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ആയിട്ട് മാറും. സോ HFE IB, it will become beta IB here.
പിന്നെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ പൈ മോഡലിൽ നമ്മൾ ആർ നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൽ ഇതേ കൂട്ട് ഇവിടെ ആർ നോട്ടും ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ് എച്ച് മോഡലിലെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ആ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ ഈ ഒരു വോൾട്ടേജിനെ നമ്മൾ വി പൈ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വി പൈ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ്. അപ്പോൾ ഇതാണ് നോക്കിക്കേ, എച്ച് മോഡൽ പോലെ തന്നെയാണ് പൈ മോഡലും. ആ നൊട്ടേഷൻസിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ നോക്കിയാൽ ഞാനിപ്പോൾ വരച്ച അതേ കാര്യമാണ് കണ്ടോ, സെയിം തന്നെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ബേസ് നോഡ്, കളക്ടർ നോഡ്, എമിറ്റർ നോഡ്, ബീറ്റ ഐ ബി. ബീറ്റ ഐ ബിക്ക് വേറൊരു നൊട്ടേഷൻ ഉണ്ട്, ജി എം വി പൈ എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പഠിക്കും. ബീറ്റ ഐ ബി ഓർ ബിക്കോസ് ബീറ്റേനെ നമുക്ക് എന്താണ് ജി എം ആർ പൈ എന്ന് എഴുതിയിട്ട് അങ്ങനെയാണ് നമ്മൾ ജി എം വി പൈയുടെ ടേംസിലേക്ക് വരുന്നത്. അത് ഞാൻ പറയാം കേട്ടോ ഇതെങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പൈ മോഡൽ. അപ്പോൾ പൈ മോഡലിനകത്ത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഏതാ? എച്ച് പാരാമീറ്ററിനകത്ത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ആയിരുന്നു എച്ച് ഐ, എച്ച് എഫ് ഇ, എച്ച് നോട്ട് ഇ ഒക്കെ. ഇവിടെ എന്ന് പറയുമ്പം ബീറ്റ, പിന്നെ നമ്മൾ ജി എം എന്ന് പറയുന്നത് ട്രാൻസ് കണ്ടക്ടൻസ് ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ആർ പൈ, ആർ നോട്ട്, ഇതൊക്കെയാണ് പൈ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ പൈ മോഡൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എച്ച് മോഡലിന് ഈക്വലന്റ് ആണ്. കോമൺ എമിറ്ററിന് വരയ്ക്കുവാണെങ്കിൽ എച്ച് ഐ ഇ എന്താകും കണ്ടോ, ആർ പൈ ആകും. എച്ച് എഫ് ഇ എന്താകും, ബീറ്റ ആകും. ആർ നോട്ട് ആയിരിക്കും നമ്മുടെ 1/H0E എന്ന് പറയുന്നത്. വി ബി ഇ വിൽ ബി വി പൈ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് എച്ചും പൈ മോഡലുമായിട്ടുള്ള കമ്പാരിസൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് മോഡലിനകത്ത് നമ്മൾ കുറേ പാരാമീറ്റേഴ്സ് പഠിച്ചില്ലേ, ഡെഫിനിഷൻസ്. അതേകൂട്ട് തന്നെ പൈ മോഡലിനകത്ത് നമുക്ക് ഈ ഡെഫിനിഷൻസ് പഠിക്കണം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ബീറ്റ. ഞാൻ ഇവിടെ പറഞ്ഞു ബീറ്റയും ജി എമ്മും ആർ പൈയും ആർ നോട്ടുമാണ് പൈ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഈ ഓരോ പാരാമീറ്ററും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്കൊരു മാർക്ക് ഉറപ്പിക്കാം. കാരണം എപ്പോഴും ബി ജെ ടിക്കകത്തുനിന്ന് ട്രാൻസ് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ജി എം ആർ പൈ ഏതെങ്കിലും പൈ മോഡൽ, വോൾട്ടേജ് ഗെയിൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കോമൺ എമിറ്റർ കറന്റ് ഗെയിനകത്ത് ബീറ്റ ആണല്ലോ കോമൺ എമിറ്റർ കറന്റ് ഗെയിൻ. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോ ഐ സി, ഔട്ട്പുട്ട് കറന്റ് ബൈ ഇൻപുട്ട് കറന്റ്, ഡോ ഐ സി ബൈ ഡോ ഐ ബി. ഓക്കെ, ക്വസ്റ്റനിൽ ശരിക്കും ഐ സിയും നോർമലി ബീറ്റ അവർ തരാതിരിക്കത്തില്ല. പ്രോബ്ലത്തിലൊക്കെ ബീറ്റയുടെ ഒരു വാല്യൂ അവർ തരും, 100 അല്ലെങ്കിൽ ചിലപ്പോൾ വെരി ലാർജ് എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ ബീറ്റ നോർമലി അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കില്ല. പക്ഷേ സെക്കൻഡ് വൺ ട്രാൻസ് കണ്ടക്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബി ജെ ടി എന്താണ്, ഒരു ഡിവൈസ് പാരാമീറ്റർ ആണ് ഈ ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ. ബി ജെ ടിക്ക് ട്രാൻസ് കണ്ടക്ടൻസ് ഡിഫൈൻഡ് ആണ്. പിന്നെ വേറെ ഡിവൈസ് മോസ്ഫെറ്റിനും അതേ കൂട്ടി ഇത് ഡിഫൈൻഡ് ആണ്. അങ്ങനെ ഒരു ഡിവൈസ് പാരാമീറ്റർ ആണ് ബി ജെ ടി എന്ന് പറയുന്നത്, ഒരു ഡിവൈസ് പാരാമീറ്റർ. അത് ഓരോ ക്യൂ പോയിന്റ് അനുസരിച്ചിട്ട് ബി ജെ ടിക്ക് ഈ ട്രാൻസ് കണ്ടക്ടൻസ് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ് കണ്ടക്ടൻസ് മെഷർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ക്യൂ പോയിന്റിലാണ് ഈ ട്രാൻസ് കണ്ടക്ടൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്യൂ പോയിന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പർട്ടിക്കുലർ ക്യൂ പോയിന്റ് ആയിരിക്കും. എന്താണ് ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കളക്ടർ കറന്റ് വിത്ത് റെസ്പെക്ട് ടു വി ബി ഇ ആണ്. കളക്ടർ കറന്റിന്റെ ഇക്വേഷൻ വെൽ നോൺ ഇക്വേഷൻ ആണ്. ഐ സി ഇസ് ഈക്വൽ ടു സാച്ചുറേഷൻ കറന്റ് ഇൻറ്റു ഇ റേസ് ടു വി ബി ഇ ബൈ വി ടി. ഓക്കെ, ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുക. ബിക്കോസ് ഈ ഒരു ഇക്വേഷന്റെ ഡെറിവേറ്റീവ് എടുത്താലേ നമുക്ക് ട്രാൻസ് കണ്ടക്ടൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡെറിവേറ്റീവ് എടുത്തിട്ട് ഇതിനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ ഒരു കോൺസ്റ്റന്റ് മീൻസ് എന്താണത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഐ സി അല്ലേ? നോക്കിക്കേ, ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് നമ്മുടെ ഐ സി ആണ്. അപ്പോൾ ഇതിന് ന്യൂമറേറ്ററിനകത്ത് ഇതിനെ ഐ സി വെച്ച് റെപ്രസെന്റ് ചെയ്തു, ഡിനോമിനേറ്റർ വി ടി അങ്ങനെ തന്നെ എഴുതി. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ് കണ്ടക്ടൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രാൻസ് കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഐ സി ബൈ ബി ടി എന്ന് കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, മിക്കപ്പോഴും ഇത് ചോദിക്കാറുണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ട്രാൻസ് കണ്ടക്ടൻസ് ഈക്വൽ ടു ഐ സി ബൈ വി ടി. ഐ സി എന്ന് പറഞ്ഞാൽ ഡി സി കളക്ടർ കറന്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ ക്യൂ പോയിന്റിലാണ് ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആ ക്യൂ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ വി സി ഐ സി ആണ്. സോ ഐ സി ഈസ് ദ ഡി സി കളക്ടർ കറന്റ്, കോർഡിനേറ്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഐ സി മാറുന്ന അനുസരിച്ച് ക്യൂ പോയിന്റ് മാറും, ജി എം മാറും. അതുകൊണ്ടാണ് നമ്മൾ ജി എം ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നമ്മൾ ജി എം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് മെഷർഡ് അറ്റ് എ പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, നൗ ഓക്കെ, ഇനി വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ ഈ ഇക്വേഷനകത്ത് ഐ സിയും ഈ വി ബി ഇയും തമ്മിൽ, ഐ സിയും വി ബി ഇയും തമ്മിൽ എങ്ങനെയാണ്? എക്സ്പൊണൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണ് അല്ലേ? എക്സ്പൊണൻഷ്യൽ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബി ചെറുതായിട്ട് മാറുവാണെങ്കിലും ഐ സിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലാർജ് എമൗണ്ട് ആയിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ ടിക്ക് ഈ ട്രാൻസ് കണ്ടക്ടൻസ് ഒരു ലാർജർ വാല്യൂ ആയിരിക്കും. ബിക്കോസ് ഡോ ഐ സി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഐ സി വിത്ത് റെസ്പെക്ട് ടു വി ബി ആണ് ട്രാൻസ് കണ്ടക്ടൻസ്. വി ബി ചെറുതായിട്ട് മാറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വി ബി ചെറുതായിട്ട് മാറുമ്പോഴത്തേക്കും ഐ സിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും. സോ ട്രാൻസ് കണ്ടക്ടൻസ് വിൽ ബി ലാർജർ. പക്ഷേ മോസ്ഫെറ്റിന്
സി വി ബിക്ക് അനലോഗസ് ആയിട്ടുള്ള മോസ്ഫെറ്റിനുള്ള വോൾട്ടേജ് ഏതാണ്? വി ഗേറ്റ് സോഴ്സ്. ഓക്കെ, ഇവിടെ ഐ സി ആണെങ്കിൽ നമ്മുടെ ഫെറ്റിൽ വരുമ്പോഴത്തേക്കും അത് ഡ്രെയിൻ കറണ്ട് ആവും. അപ്പൊ ഇത് തമ്മിൽ ബി ജെ ടിയിൽ എക്സ്പൊണൻഷ്യൽ ഡിപ്പെൻഡൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ ഫെറ്റിലേക്ക് പോകുമ്പം ആ ഡ്രെയിൻ കറണ്ടും വി ജി എസ് വോൾട്ടേജും തമ്മിൽ ഏതാണ്? ക്വാഡ്രാറ്റിക് ഡിപ്പെൻഡൻസ് ആണ് വരുന്നത്. ഓക്കെ, ആ ക്വാഡ്രാറ്റിക് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ പോലെ അത്ര സ്ട്രോങ് അല്ല. അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് ഓഫ് വി ജി എസ് വളരെ ഒരു ലാർജർ വാല്യൂ ഓഫ് ഐ ഡി ചേഞ്ച് വരത്തില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ് കണ്ടക്ടൻസ് നമ്മുടെ ഫെറ്റിൻ്റെ കമ്പയർഡ് ടു ബി ജെ ടി ഇറ്റ് വിൽ ബി ലോവർ. ആൻഡ് ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ബി ജെ ടി ഓവർ ഫെറ്റ്. ആക്ച്വലി ദിസ് ഈസ് ദ ഓൺലി അഡ്വാൻറ്റേജ് വൈ വി യൂസ് ബി ജെ ടി ഓവർ മോസ്ഫെറ്റ്. ഓക്കെ, പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇംപെഡൻസ് ആണ്. സി ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? ഇൻപുട്ട് ക്യാരയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ഇൻപുട്ട് ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജും പിന്നെ ഇൻപുട്ട് കറണ്ടും അല്ലേ? കോമൺ എമിറ്ററിന്റെ ഇൻപുട്ട് കറണ്ട് ഏതാ? ഐ ബി. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ബൈ ആക്സിസിന്റെ ചേഞ്ച് ബൈ ഡോ ബൈ ഡോ എക്സ് ആണല്ലോ സ്ലോപ്പ്. അപ്പൊ ഇവിടെ ബൈ ആക്സിസ് എന്ന് പറയുന്നത് ഐ ബി ആണ്. സോ ഡോ ഐ ബി ബൈ ഡോ വി ബി ഇ ആണ് സ്ലോപ്പ്. ഈ സ്ലോപ്പിന്റെ ഇൻവേഴ്സ് ആണ് എന്ത്? ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ എമിറ്റർ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് 1 ബൈ സ്ലോപ്പ്. സോ ഡോ വി ബി ഇ ബൈ ഡോ ഐ ബി. നെക്സ്റ്റ് അതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് കൺക്ലൂഷൻ എടുക്കാനുണ്ട്. ഇപ്പൊ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോ വി ബി ഇ ബൈ ഡോ ഐ ബി. ആ ഇക്വേഷനിലേക്ക് ഞാൻ ഡോ ഐ സി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. നൗ വാട്ട് ഈസ് ഡോ വി ബി ഇ ബൈ ഡോ ഐ സി? ദിസ് ഈസ് 1 ബൈ ജി എം. വാട്ട് ഈസ് ഡോ ഐ സി ബൈ ഡോ ഐ ബി? ബീറ്റ. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇക്വേഷൻ ആണ്. That is r pi is equal to beta by gm or beta is equal to gm r pi. കണ്ടോ? കിട്ടും. കണ്ടോ? Now what is r pi? R pi is equal to beta divided by the gm. Okay, ഈ gm എന്ന് പറഞ്ഞാൽ എന്താ? IC by VT എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇവിടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. ഇക്വേഷനിലേക്ക് ഇട്ടിട്ട് റീഅറേഞ്ച് ചെയ്യുമ്പം ആർ പൈയുടെ അടുത്ത ഇക്വേഷൻ കിട്ടും ബി ടി ഡിവൈഡഡ് ബൈ ഐ ബി. നമ്മളെ പ്രോബ്ലത്തിനകത്തൊക്കെ നമുക്ക് ഡയറക്ട്ലി മിക്കപ്പോഴും ഐ ബി തന്നിട്ട് ആർ പൈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ വി ടി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് 25 മില്ലി വോൾട്ട് എന്ന് എടുത്തിട്ട് ആർ പൈ നമുക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒറ്റ വാല്യൂ ഓഫ് ഐ ബിയുടെ വെച്ചിട്ട് തന്നെ ആർ പൈ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആർ പൈ ഈസ് ഈക്വൽ ടു വി ടി ബൈ ഐ ബി വെർ ഐ ബി ഈസ് ദ ഡി സി പ്ലേസ് കറന്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം പി എസ് സിക്ക് ഒക്കെ ചോദിക്കുന്നതാണ്, ആർ ആർ ബിക്കും സ്റ്റേറ്റ് ലെവൽ എക്സാമിനും സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനും ഒക്കെ ചോദിക്കുന്നതാണ്, ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഈ പാരാമീറ്ററും വേരി ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ബീറ്റയ്ക്കും ഉണ്ട്, ജി എമ്മിനും ഉണ്ട്, ആർ പൈക്കും ഉണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു ഐസി നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുവാണേ. ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ക്യൂ പോയിന്റിലാണല്ലോ നമ്മളിത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഐസി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ബിക്കോസ് ഐ സി ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഐ സി നമ്മൾ ഏതെങ്കിലും സ്റ്റെബിലൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഐ സി കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ടെമ്പറേച്ചർ കൂട്ടുക. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ടി കൂടും അല്ലെ, തെർമൽ ഇക്വലന്റ് വോൾട്ടേജ് കൂടും. അപ്പോൾ എന്താ പറ്റുന്നത്? ഇക്വേഷൻ നോക്കിക്കേ, ജി എമ്മിന് എന്ത് പറ്റും? ജി എം കുറയും. ബിക്കോസ് വി ടി കൂടുമ്പം ഓട്ടോമാറ്റിക്കലി ആർ പൈ കൂടും. ആർ പൈ കൂടുമ്പോഴത്തേക്കും സി ഈ ഇക്വേഷൻ നോക്കിക്കേ, ആർ പൈ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ജി എം കുറയും. സോ ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ജി എം കുറയും, ആർ പൈ കൂടും, ബീറ്റ ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ടെമ്പറേച്ചർ അനുസരിച്ച് ട്രാൻസ് കണ്ടക്ടൻസിനും ഇൻപുട്ട് റെസിസ്റ്റൻസിനും ബീറ്റയ്ക്കും വരുന്ന വേരിയേഷൻ. അത് നിങ്ങൾക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ലാസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഇൻപുട്ട് ക്യാരയിൽ നിന്ന് മെഷർ ചെയ്തതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ ഔട്ട്പുട്ട് ക്യാരയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ സിയുടെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്ലോട്ട് ബിറ്റ്വീൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് കീപ്പിംഗ് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ? ഈ ഏർലി ഇഫക്റ്റ് കാരണമാണ് ഈ ടിൽറ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡോ ഐ സി, ഡോ വൈ ബൈ ഡോ എക്സ്, ഡോ ഐ സി ബൈ ഡോ വി സി ആണ് സ്ലോപ്പ്. എഗെയിൻ സ്ലോപ്പിന്റെ ഇൻവേഴ്സ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ സ്ലോപ്പ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഈ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യും. ഈ ഗ്രാഫിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും പുറയിലോട്ട്. ഓക്കെ, യു ജസ്റ്റ് എക്സ്റ്റെൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കിട്ടുന്ന ഈ പോയിന്റിനെ നമുക്ക് ഇതൊരു നെഗറ്റീവ് വോൾട്ടേജ് അല്ലേ ഈ ആക്സിസ്. സോ മൈനസ് വി എ കോമ 0 എന്ന് എടുക്കാം. ഈ വി എ ആണ് ഏർലി വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, ഈ വി എ ആണ് ഏർലി വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, നൗ യു കൺസിഡർ അനദർ പോയിന്റ് സംവെയർ ഹിയർ ബി. ഓക്കെ, അപ്പോൾ ആ ബി എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ക്യൂ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് അല്ലെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി സിയും ഐ സിയും ആണ് അല്ലേ? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ബി സി ഇ കോമ ഐ സി ആണ്. അപ്പോൾ ഈ
എ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻ സെഗ്മെന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. എയുടെ കോർഡിനേറ്റ് അറിയാം, ബിയുടെ കോർഡിനേറ്റ് അറിയാം. ഓക്കെ, അങ്ങനെ അപ്പം x1 x2 y1 y2 അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ആ ഒരു മെത്തേഡാണ് ഞാൻ ഇതിനകത്ത് ഫോളോ ചെയ്യാൻ പോകുന്നത്. സി കണ്ടോ, സ്ലോപ്പ് ഓഫ് ദ ലൈൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആ രണ്ട് കോർഡിനേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഒരു കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ VCE, IC ആയിരുന്നു. മറ്റേ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -VAA, 0 ആയിരുന്നു. AB കോർഡിനേറ്റ് അത് വെച്ചിട്ട് ഉണ്ടോ YB - YA / XB - XA അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ലോപ്പ് കിട്ടും. സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിനകത്തൊരു അപ്രോക്സിമേഷൻ എടുത്തിട്ടുണ്ട്. ന്യൂമറേറ്ററിനകത്ത് VCE VA കാട്ടിയും വളരെ B എന്ന് പറഞ്ഞാൽ എന്താണ്, ഏർലി വോൾട്ടേജ് ആണ് കേട്ടോ. വളരെ കുറവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം, VA / IC എന്ന് പറഞ്ഞിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, നൗ ഈ ഔട്ട്പുട്ട് ക്യാര ഉണ്ടല്ലോ, IC വേഴ്സസ് VCE. ഈ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത് ഏർലി എഫക്റ്റ് ഇല്ല എങ്കിൽ ഈ ഔട്ട്പുട്ട് ക്യാര ഇങ്ങനെ നേരെ പോകും, അല്ല ഫ്ലാറ്റ് ആയിരിക്കും. ആ കേസിൽ ഇഫ് യു എക്സ്റ്റെൻഡ് ഇറ്റ് ലൈക്ക് ദിസ്, അത് ഒരിക്കലും പോയി ടച്ച് ചെയ്യത്തില്ല. അതായത് ഏർലി വോൾട്ടേജ് ഇൻഫിനിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏർലി വോൾട്ടേജ് ഇൻഫിനിറ്റി ആകുവാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കൂ, നമ്മുടെ R0 എന്തായിരിക്കും, R0 ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഏർലി എഫക്റ്റ് ഇല്ലെങ്കിൽ സ്ലോപ്പ് ഇല്ല, ഫ്ലാറ്റ് ആണ്, കർവ് ഫ്ലാറ്റ് ആണ്, സ്ലോപ്പ് ഇല്ല. ഏർലി വോൾട്ടേജ് ഇല്ല എങ്കിൽ ഏർലി വോൾട്ടേജ് 0 എന്ന് എടുക്കരുത്, ഏർലി വോൾട്ടേജ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, R0 ഇൻഫിനിറ്റി ആയിരിക്കും. ആ കേസിലുള്ള ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. R0 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പം ഇത് ഇത്രയുമാണ് നമ്മൾ പൈ പാരാമീറ്റേഴ്സിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക് കോഴ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. സോ അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ് അല്ലേ. നമ്മുടെ എത്ര സെൽഫ് സ്റ്റഡി ആണെങ്കിലും നമുക്കൊരു ഗൈഡൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെഷൻ ഇന്ന് നമ്മൾ പഠിച്ച ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കേരള PSC എക്സാമിനേഷൻ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഓൾസോ സെൻട്രൽ ഗവൺമെന്റ് RRB JEE ഇതിൻ്റെയൊക്കെ ഇൻറ്റൻസീവ് കോച്ചിങ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സോ വീണ്ടും നമ്മൾ ഇന്ന് പഠിച്ച ഈ ടോപ്പിക്കിൻ്റെ MCQ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.